ഇത്രയും ചെറിയ മീനെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മീനെ കിട്ടിയിരിക്കുകയാണ്. ഇതേ നത്തോലി ഇട്ട് പിടിച്ചതാട്ടോ. നത്തോലി എത്ര മീനെ തന്നെ കിട്ടി. ആച്ചി എങ്ങനെയുണ്ട് സാധനം? വലുതാണോ? കുട്ടിയാ. അപ്പൊ നമ്മളിപ്പോ ഉള്ള ഓച്ചിറയിലാണ്. ഓച്ചിറയിൽ നമ്മുടെ ആച്ചിയുടെ വീട്ടിലാണ്. നല്ല സിലോപ്പിയനെ കുളത്തിൽ നിന്ന് ഇങ്ങനെ ചൂണ്ടിട്ട് പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മസാലയൊക്കെ എടുത്ത് ഞങ്ങളിതേ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇട്ട് നമ്മളപ്പോ സിലോപ്പിയനെ പിടിക്കാൻ പോവാം. ആദ്യം നല്ല മുഴുത്ത 2 സിലോപ്പിയനെ പിടിച്ച് അത് നമുക്ക് എന്താ മണ്ണിരനെ പിടിക്കും. മാവിട്ടാ കിട്ടുവോ? മണ്ണിര. അപ്പൊ നമുക്ക് മണ്ണിരനെ പിടിക്കാം. കമോൺ ഫോളോ മീ. ഈ മണ്ണിരയുള്ള സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും. ഇങ്ങനെ നമ്മുടെ ഈ മണ്ണിങ്ങനെ കൂട്ടിക്കൂട്ടി ഇടും. കൂന കൂട്ടി ഇടുന്ന പോലെ ഇടും മണ്ണിര. അങ്ങനെയുള്ള ഏരിയയിലാണ് എനിക്ക് ഈസി ആയിട്ട് മണ്ണിരനെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ വന്നത്. നമുക്ക് മണ്ണിരനെ എന്തായാലും കുഴിച്ചു നോക്കാം. മണ്ണിരനെ കിട്ടിയ നാണക്കേട്ടായിപ്പോ. ഇവിടെ മണ്ണിര പോയിട്ടൊരു കിണ്ടി. ഈ ഏരിയ കാണും കേട്ടോ. ഇവിടെ നമ്മൾ മീനൊക്കെ മുറിക്കുന്നത്. ഇവിടെ കുഴിച്ചു നോക്കിയ ബൈ നല്ല അഴുക്കുണ്ട്. ഇവിടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഇതാ കല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മാവിട്ട് തന്നെ പിടിക്കാം. മണ്ണിനെ കിട്ടുന്നില്ല. ലൈറ്റും പോകുന്നു അല്ലേ ആച്ചി? ആച്ചി മാവിട്ട് പിടിക്കട്ടെ. വാ മാവിട്ട് പിടിക്കാം. മടുത്തു, ജീവിതമേ മടുത്തു. മണ്ണിരനെ പിടിക്കാൻ ഇറങ്ങിയത് ഒരെണ്ണത്തിനെ പോലും കിട്ടിയിട്ടില്ല. കൊണ്ടുപോയി ഇത്രയും ചെറിയ മീനെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മീനെ കിട്ടിയിരിക്കുകയാണ്. ഇതേ നത്തോലി ഇട്ട് പിടിച്ചതാട്ടോ. നത്തോലി എത്ര മീനെ തന്നെ കിട്ടി. ഞങ്ങളുടെ സിലോപ്പിയനെ കിട്ടി. ചെറിയ സൈസാ. ഞങ്ങളപ്പോ മാവിട്ടാണ് ഇത് പിടിച്ചത്. നമുക്ക് ഇച്ചിരി വലുതിനെ പിടിക്കാം. നത്തോലിയല്ലേ സിലോപ്പിയ? നത്തോലി ഇട്ടാ പിടിച്ചത് ആണോ? മാവ് കുഴക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പണ്ട് ഞങ്ങൾ കൊഞ്ചിട്ട് പിടിക്കുമായിരുന്നു. വലിയൊരു കുളമായത് എന്നുവെച്ചാ നമ്മൾ ഇറങ്ങിയത് ഇവിടം വരെ വെള്ളം കാണുന്നത്. ഇപ്പം മഴ സീസൺ അല്ലാത്തതുകൊണ്ട് ഇത്ര വെള്ളമുള്ളൂ. ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ വന്ന് നീന്താറുള്ളതാണ്. അടിപൊളി സ്പോട്ടാണ്. കൊണ്ടുപോയെന്നാ തോന്നുന്നതിന്. കൊണ്ടുപോയോ? കൊണ്ടുപോയി. കള്ളക്കുത്തി കുത്തിട്ട് വേറെ ഉണ്ടോ? ലാസ്റ്റത്തും അതിപ്പോ കിട്ടിയത് നത്തോലി ഇട്ടു. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ആച്ചി നത്തോലിനെ ഇട്ടാ പിടിച്ചത്, മാവിട്ടല്ല. മാവ് നെക്സ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. Come on, the moment of truth. അടിച്ചു കയറി വാ. ഈ സിലോപ്പിയനെ പിടിച്ച ഞങ്ങളുടെ പ്രിയ ആജിക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഭാവിയിൽ ഒരു വലിയ ഫിഷർ വുമൺ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്രയൊക്കെ വേണോ? വലിയ സിലോപ്പിയാണ്. ഇതിനാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മസാല ഇട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തോട്ട് മസാല ഇടാം. ആദ്യം ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് കുറച്ചുപ്പ്, കുറച്ച് നമ്മുടെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ, ഗ്രോസിഫൈ, അതാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ യാതൊരു മായവും ഇല്ല, വിശ്വസിച്ച് ഉപയോഗിക്കാം. നല്ല മുളകൊക്കെ കഴുകി ഉണക്കി ഉണ്ടാക്കിയ സാധനമാണ്. കുറച്ച് മുളക് പൊടി ഇടുക. മീൻ പൊരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുരുമുളക് പൊടി ഇടുകയോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മൾ പക്ഷേ ഇത്തവണ കുരുമുളക് പൊടി ഇടുന്നില്ല. അപ്പൊ നമ്മുടെ തന്നെ പെപ്പർ പൗഡർ, ഫ്രഷ്ലി ഗ്രൗണ്ടഡ് പെപ്പർ പൗഡർ, അത് കുറച്ച് ആഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തുകൊണ്ടാണ് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഒഴിവാക്കിയെന്നറിയാം. സാധാരണ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക്കും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് ഫിഷ് റോസ്റ്റ് ചെയ്യുമ്പോൾ. നമ്മുടെ മെയിൻ ഓൾ ഇൻ വൺ സ്പൈസ് മസാല. അപ്പം ഇതിൻ്റെ അകത്ത്
നമ്മൾ ജിഞ്ചറും ഗാർലിക്കും എല്ലാം ട്രൈ ചെയ്ത് എല്ലാം ചേർത്തുണ്ട്. എല്ലാ കറികൾക്കും എല്ലാ ഫ്രൈക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മസാലയാണ്, ബേസ് മസാല. നല്ല എഫക്റ്റീവ് ആണ്. യു ഷുഡ് ട്രൈ ദിസ്. അപ്പൊ ഇത് നമുക്ക് ഇച്ചിരി അധികം ഇടാം. കുറച്ച് എണ്ണ ഒഴിക്കാം. നല്ല രീതിയിൽ മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കാം. നല്ല അകത്തോട്ടൊക്കെ അങ്ങ് തേച്ചോണം. മൊമെന്റ് ഓഫ് ട്രൂത്ത്. നല്ല വെളിച്ചെണ്ണ, നല്ല ഫ്ലെയിം ആട്ടെ ഈ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ്. ഞാൻ മേടിച്ച ഓൺലൈൻ വഴി നമ്മുടെ മെയിൻ പർപ്പസിന് വേണ്ടി. ഇട്ടോ ആഹാ സാധനം ഇച്ചിരി കൂടി ഇട്ടോ. അപ്പം ഫ്ലെയിം കുറച്ച് ഇടുക. നല്ല മണമുണ്ടല്ലേ, മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് ആക്കാം. മസാല ഇട്ട പ്ലേറ്റാ, ആർക്കും ഇത് തോന്നണ്ട. മസാല തന്നെയല്ലേ, വേറെ ഒന്നും തന്നെ പ്ലേറ്റ് ഇല്ല. അത് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് സവാള തക്കാളി അരിഞ്ഞു വെച്ചതിന്റെ പകുതി ആച്ചിയാ തിന്നത്. ഓക്കെ, പച്ചമുളക്, ഗ്രീൻ ചില്ലി. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലോട്ടാണ് നമ്മൾ സവാള ഇട്ടത്. അപ്പം അതിന്റെ ഒരു നമ്മുടെ ഫിഷിന്റെ ഫ്ലേവേഴ്സും എല്ലാം ഓയിലുണ്ട്. പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതാണ്. എന്നിട്ട് കുറച്ചുപ്പ്, എന്തായാലും ഇതിന്റെ അകത്ത് ഉപ്പ് ഉണ്ട് ഓൾറെഡി. ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു എക്കോ ഫ്രണ്ട്ലി വീടാണ്. കാരണം ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് മണ്ണിര ഒഴികെ എല്ലാം ഉണ്ട് ഇവിടെ. ഞാവൽ പഴം, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മാതളമുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്തു, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ ഓൾ ഇൻ വൺ സ്പൈസ് മസാല അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നല്ല പോലെ ഒന്ന് കാണിച്ചാൽ. നമ്മുടെ സാധനം, നമ്മുടെ സിലാപ്പിയ ഇതിന്റെ ഇടയിലൊന്ന് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ അങ്ങ് വെക്കുക. വാഴയിലകത്ത് വെച്ച് ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ നമുക്ക് സമയപരിധി കാരണം നല്ല മസാലയെ കുളിപ്പിച്ച് നമുക്ക് വാഴയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് കണ്ടോ, നല്ല മുരിഞ്ഞ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് സാധനം. നമുക്കിത് വാഴയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എവിടെ ഇരിക്കുന്നത്? ഒന്നാമതിന് പാൽക്കപ്പ പൊന്നമ്മ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാട്ടോ. പൊന്നമ്മ ചേച്ചിയുടെ പാൽക്കപ്പ. കുറച്ച് അപ്പൊ നമ്മുടെ പാൽക്കപ്പയും നല്ല ടിലാപ്പിയ ഫ്രൈയും. നമുക്ക് കുളത്തിന്റെ അവിടെ നിന്ന് കഴിക്കാം. അപ്പൊ നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച നല്ല ഒന്നാം തരം സിലോപ്പിയ നല്ല പൊള്ളിച്ചെടുത്തേക്കുവാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കമോൺ, പാൽക്കപ്പയുണ്ട്, ഇത്തിരി ഗ്രേവിയും കൂടെ മുക്കി. അയ്യോ, അടിപൊളിയല്ലേ എന്റെ മോനെ. ഇതാണ് കോംബോ അല്ലേ? അങ്ങനെ പുതിയൊരു കോംബോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പാൽക്കപ്പയും സിലോപ്പിയ പൊള്ളിച്ചത്. നല്ല അടിക്കിണ്ണ സാധനം. എങ്ങനെയുണ്ട് നമ്മുടെ പാൽക്കപ്പയും? സൂപ്പറാണോ? നമ്മുടെ മസാല എങ്ങനെയുണ്ട്? അടിപൊളി വെറൈറ്റി ടേസ്റ്റ്. അപ്പം അടുത്ത വീഡിയോയില്
സ്വയംഭ സാധനമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഇച്ചിരി ഓഫ് റോഡ് ട്രിപ്പ് ആയിരിക്കും പിടിക്കുന്നത്, നമ്മുടെ ഒരു സ്പോട്ടിലായിരിക്കും. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്തവണ വരാം. ഓക്കെ, സീ യു, ബൈ.